ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വരെ ഇപ്രകാരം നാം കാണുന്നു. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. നാം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ഉത്തരവാദിത്തങ്ങൾ, കടപ്പാടുകൾ എല്ലാം നിറപടിയായി ചെയ്തു തീർത്ത അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു ദൈവമാണെന്ന വിശ്വാസം മറിയയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ നാം ചിന്തിക്കുമ്പോൾ യേശു കർത്താവ് പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഉദരത്തിൽ ഗർഭം ധരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മറിയ ഗർഭത്തില് ശിശുവിനെ വഹിച്ചു. ഹെരോദാവിന്റെ വാളിന് ഏൽപ്പിച്ചു കൊടുക്കാതെ രാത്രിയിൽ തന്നെ ശിശുവിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. അതെല്ലാം ഒരു മാതാവ് എന്ന നിലയിൽ മാതാവിന്റെ വലിയ കടപ്പാടുകൾ താന് ഏറ്റെടുത്ത് ചെയ്തു. അപ്പോൾ തന്നെ യേശു ദൈവമാണെന്ന് മറിയയ്ക്ക് വളരെ നന്നായിട്ട് അറിയുകയും ചെയ്യാമായിരുന്നു. അമ്മയുടെ ആവശ്യം നിറവേറ്റിക്കൊടുത്ത യേശു ഒരു മാതൃകയാണ്. കാനാവിലെ ആ കല്യാണ വീട്ടിൽ അമ്മ ആവശ്യപ്പെട്ട ആവശ്യം താൻ അവിടെ നിറവേറ്റി കൊടുക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭൂമിയിലായിരുന്നപ്പോൾ മകൻ അമ്മയെ ബഹുമാനിക്കുകയും ആവശ്യങ്ങൾ നിറവേറ്റുകയും അതെല്ലാം ചെയ്തു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ മൺമറഞ്ഞു പോയ മറിയെ ആരാധിക്കുവാനോ മറിയയോട് പ്രാർത്ഥിക്കുവാനോ കർത്താവ് ഒരു നിബന്ധന വെച്ചില്ല എന്നതും നാം ഓർക്കേണ്ടതും ആവശ്യമാണ്. 30-ാം വയസ്സ് വരെ യേശു മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത്. 3.5 വർഷക്കാലമായിരുന്നു താൻ ദൈവപുത്രൻ എന്ന നിലയിൽ തന്റെ പരസ്യ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. യേശു ദൈവപുത്രനാണെന്ന് അഥവാ ദൈവശക്തിയാലാണ് 3.5 വർഷം പ്രവർത്തിച്ചത് എന്നും തന്റെ സഹോദരന്മാർക്ക് പോലും അവർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നതാണ് അക്കാലത്തെ ആ സംഭവങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തന്റെ കുടുംബക്കാർ പോലും തന്നെ പലപ്പോഴും നിന്ദിക്കുകയും പരിഹസിക്കുകയും തനിക്ക് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 6:2-3 വാക്യങ്ങളിലും യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും ഒക്കെ ആയിട്ട് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ക്രൂശിൽ കിടക്കുമ്പോഴും തന്റെ അടുക്കൽ തന്റെ സഹോദരന്മാർ പോലും ഇല്ലായിരുന്നു. ചില സഹോദരിമാർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ ക്രൂശീകരണത്തിന് ശേഷം അവരെല്ലാവരും യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുകയും അതേറ്റു പറയുകയും കൂടുതൽ ശക്തിയോടുകൂടെ അവര് ആ ശുശ്രൂഷകൾ തികച്ചെടുക്കുവാനായിട്ട് ഇടയാകുകയും ചെയ്യുന്ന അനുഭവങ്ങൾ പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗലാത്യ ലേഖനം 2:9
കാണുമ്പോൾ ഒരു സമയത്ത് തന്നെ അംഗീകരിപ്പാൻ കഴിയാതെ പോയ അഥവാ യാക്കോബ്, കേഫാവ്, യോഹന്നാൻ, അവരെ കുറിച്ച് പറയുമ്പോൾ അവർ തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന ആ അനുഭവമാണ് അവരെ കുറിച്ച് എടുത്ത് പറയുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, താൻ ദൈവപുത്രനായിരുന്നപ്പോൾ തന്നെ 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് വളരെ കീഴ്പ്പെട്ടിരുന്ന ഉത്തരവാദിത്തങ്ങൾ, കടപ്പാടുകൾ എല്ലാം ഭംഗിയായി നിവർത്തിച്ച് ക്രൂശിൽ കിടക്കുമ്പോഴും അമ്മയെ അഥവാ യോഹന്നാന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അതേപോലെ മറിയോടും ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും മകനെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഓർക്കുക, എത്രയോ ഭംഗിയായിട്ടാണ് ഓരോരോ ഉത്തരവാദിത്തങ്ങള് അവിടുന്ന് ചെയ്തു തീർത്തത് എന്നത് നാം മറന്നു പോകരുത്. യേശു കർത്താവ് സകലത്തിനും മാതൃകയാണ്. ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, മാതാപിതാക്കളെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർ അല്ലെങ്കിൽ ഒരു മാതാവ് ഗർഭം ധരിച്ച് വളർത്തിയത് ഓർക്കാതെ, ഒരു പിതാവ് എത്ര അധ്വാനിച്ച് വളർത്തിയത് ഓർക്കാതെ മക്കൾ കോടീശ്വരന്മാരായി കഴിയുമ്പോൾ അവരെ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയുന്ന കാഴ്ചകൾ ദൈനംദിനം നമ്മൾ കാണുകയാണ്. നിങ്ങൾക്ക് അവരെ ഉറങ്ങാതെ ഊട്ടി വളർത്തി, തിന്നാതെ കുടിക്കാതെ അവരെ വളർത്തിയെടുത്തു, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്തു, അവരെ ആളാക്കി മാറ്റിയപ്പോൾ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എത്രയോ കണ്ണുനീരണിയിക്കുന്ന വാർത്തകളാണ് ലോകത്തെവിടെയും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, എന്നാൽ യേശു കർത്താവ് സകലത്തിനും മാതൃകയായിരുന്നു. എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറപടിയായി ചെയ്തു. അവിടുന്ന് ദൈവപുത്രനായിരുന്നപ്പോൾ തന്നെ എന്നത് നാം വിസ്മരിക്കരുത്. ദൈവത്തോട് സ്നേഹമാണെന്ന് പറയുകയും കാണപ്പെട്ട സഹോദരവർഗങ്ങളെ, മാതാപിതാക്കളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നത് പൈശാചിക ഹൃദയമാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ടതും ആവശ്യമാണ്. അത് യഥാർത്ഥമായിട്ട് ദൈവസ്നേഹം ഒരുവനിൽ ഉണ്ടായെങ്കിൽ അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ, കടപ്പാടുകൾ നിശ്ചയമായിട്ടും അവന് നിവർത്തിക്കുക തന്നെ ചെയ്യും. അതായിരിക്കട്ടെ നമ്മെക്കുറിച്ച് കർത്താവ് കാണുമ്പോൾ ഓരോരുത്തരെ കുറിച്ചും കർത്താവിന് സന്തോഷത്തോടെ പറയുവാൻ ഇടയാകേണ്ടത്. ഇതിനായിട്ട് സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.